മഴ പെയ്ത് പറമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ പുല്ല് വളർന്ന് കാട് പിടിച്ച് നിൽക്കുന്നൊരു സമയമാണ് ഇപ്പോൾ എല്ലായിടത്തും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇന്ന് നമ്മളെ പറമ്പിൽ പുല്ലൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെറുതായിട്ട് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കോഴികൾ വന്നിട്ട് ശല്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അത് നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വല കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക. അയൽമക്കൊക്കെ ഇടാൻ വരുന്ന സമയത്ത്, അതുപോലെ വിറകൊക്കെ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. വലയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു പാമ്പിനെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വലിയ സൈസിലുള്ളൊരു മഞ്ഞച്ചേരാണ് വലയിൽ കുടുങ്ങിയിട്ടുള്ളത്. ഇത് മഞ്ഞച്ചേര ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പ്രശ്നമില്ല. നേരെ മറിച്ച് വലിയ അണലി, മൂർക്കനൊക്കെ പോലുള്ള സാധനങ്ങളാണെങ്കിൽ അത് കുറച്ച് പ്രയാസമാണ്. കാരണം വിഷമുള്ള ഐറ്റംസാണ്. ഇതിപ്പോൾ ഒന്ന് കടിച്ചാൽ പോലും നമുക്ക് പേടിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിറകെടുക്കാൻ പോകുന്ന സ്ത്രീകളും, അതുപോലെ പുല്ലുള്ള സ്ഥലത്ത് കൂടെ അയൽമ ഉണക്കാനിടാൻ പോകുന്ന സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കുക. പാമ്പിൻ്റെ കടി കൊണ്ടു കഴിഞ്ഞാൽ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് പറമ്പൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക. ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ വൃത്തിയാക്കിയതാണ്. അപ്പോൾ അതിനെ നമ്മൾ വലയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഒരു PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് അത് കടിക്കാതിരിക്കാൻ അതിൻ്റെ തല ലോക്ക് ചെയ്തിട്ടാണ് നമ്മളതിനെ വലയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പാമ്പ് വരുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ, അതുപോലെ തന്നെ രാത്രിയിൽ പുറത്ത് പോകുമ്പോൾ ടോർച്ചില്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം ഒഴിവാക്കുക. മഴക്കാലമാണ്, പാമ്പിൻ്റെ മാളങ്ങളൊക്കെ വെള്ളം നിറഞ്ഞൊരു സമയമായതുകൊണ്ട് തന്നെ പാമ്പുകളൊക്കെ എന്തായിരിക്കും, ഇതുപോലുള്ള പുല്ലും കാട്ടിലും അതുപോലെ വിറകിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. സാധനം നമ്മൾ വലയിൽ നിന്ന് ഒഴിവാക്കി ആ പോണ് കേട്ടോ. സാധനം ഒഴിവാക്കിയിട്ടാ വലയിൽ നിന്ന് ആ പോണ്. ആ പോണ് സാധനം അതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് നമ്മളതിൻ്റെ.